പതിവായിട്ട് എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും അപരിചിതനായ ഡ്രൈവർ കാർ ഓടിക്കുന്നു, ബാക്ക് സീറ്റിൽ ഒരു അക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന സ്വഭാവക്കാർ ഉണ്ട്. പല ഡ്രൈവർമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറ് വന്നിട്ട് കേറും, എവിടത്തെയാന്ന് മാത്രം പറയും, പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല. ഡ്രൈവറോട് വർത്താനം പറഞ്ഞൊക്കെ ഒരു മോശമാണ് എന്നാണ് വിചാരം. അനാവശ്യമായിട്ട് കുശലൊന്നും ഡ്രൈവറോട് ചോദിക്കില്ല. പിറകില് ഏറ്റവും അധികം വേദികളിൽ പങ്കെടുക്കുന്ന ഒരു VIP-യുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, അപ്പം മിണ്ടായിരിക്കും, ഒരക്ഷരം മിണ്ടില്ല, പിറകില് കയ്യും കെട്ടി ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ ഇത്ര നേരമൊക്കെ മിണ്ടായിരിക്കാൻ പറ്റണത്? അല്ല, ഇടയ്ക്ക് ഉറങ്ങണാണ് ഇരുന്നും കൊണ്ട് എന്നുവോ. അതൊരു മോശം സ്വഭാവമല്ല. എന്റെ സ്വഭാവം ഡ്രൈവറുടെ അപ്പുറത്തായിരിക്കുക, ബാക്കിലല്ല. ആ ഡ്രൈവർ ആരായിരുന്നാലും ശരി, അവിടെ എത്തുന്നവരെ ആ ഡ്രൈവറുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും തുറന്നു പറയും. ഞാൻ ചോദിക്കും ഓരോ കാര്യം. എന്റെ ജീവിതം എങ്ങനെയാണ്, ഒരാളെ കിട്ടിയാൽ ഞാൻ അയാളെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. തീരെ ചെറിയ കുട്ടിയാണെങ്കിലും വൃദ്ധനാണെങ്കിലും രോഗിയാണെങ്കിലും ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ അവരപ്പം നമ്മോട് പറയും. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം പറയും. ഇതുകൊണ്ട് യാതൊരു അബദ്ധവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വീട്ടില് എത്ര ദിവസം മീൻ വാങ്ങും, ഏതൊക്കെ മീനാ വാങ്ങുക, ഞാൻ ചോദിക്കാറുണ്ട്. ഇന്ന മീൻ എങ്ങനെ നേരെയാക്കുക, ആ മീൻ നേരെയാക്കുന്ന രീതി, എങ്ങനെ വെച്ചാലാണ് കൂടുതൽ സ്വാദ്, ഇതൊക്കെ ചോദിക്കും. വീട്ടിലെ കാര്യം, കുടുംബകാര്യം. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ദൂരയാത്രയാണെങ്കിൽ എതിർവശത്തെ സീറ്റ് ആര് എന്നുള്ള വലിയ പ്രാധാന്യം ഉണ്ട്. ഇന്ന് പറയുന്ന വിഷയം ഇതേ അല്ല. വേറൊരു കാര്യം പറയാനുള്ള ആമുഖമാണ് ഇതൊക്കെ. നിങ്ങളുടെ കാറിൽ ഇരുന്നിട്ട് സംസാരിച്ചാലും വേണ്ടില്ല, ഡ്രൈവറുടെ സീറ്റിന്റെ അപ്പുറത്തിരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മുമ്പിലിരിക്കുന്ന ആള് വളരെ ഗൗരവമായിട്ടുള്ള മീശക്കാരൻ, മലയാളിയല്ല. നമ്മൾ പോണത് കുറച്ച് ദൂരത്തേക്കാണ്. അയാളുടെ മുഖത്ത് അതീവ ഗൗരവം. അപ്പൊ എന്തു സംഭവിച്ചു? അത്ര ഗൗരവക്കാരനാണെങ്കിൽ നമ്മളൊന്നും മിണ്ടില്ല, ഒരക്ഷരം മിണ്ടില്ല. അങ്ങനെ മിണ്ടാത്തവരുണ്ട്. ഒരു VIP ട്രെയിനിൽ കയറി ആരോടും മിണ്ടില്ല. എതിർവശ സീറ്റുകാരൻ ജീവിതത്തോട് ആരാധനയോട് കൂടി സംസാരിച്ചു. വളരെ താങ്കളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ കൂടെ ആരാധന സംസാരിച്ചു. മറുപടിയില്ല, മുഖത്ത് ഭാവമില്ല, പുഞ്ചിരിയില്ല. ആ വ്യക്തി ഇറങ്ങുമ്പോ ഇങ്ങനെ ഒന്ന് കാണിച്ചു അത്രേ, ഞാൻ ഇറങ്ങാന്നെന്തോ. അങ്ങനെയുള്ളവരുമുണ്ട്. എതിർവശം സംസാരിക്കാൻ ഒരാളുമില്ല, ആ ആള് നമ്മോട് സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആരോടാ സംസാരിക്കുക? നാം ജനിച്ച മുതൽക്ക് സദാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നാം ജനിച്ച മുതൽക്ക് ആരോടാ സംസാരിക്കണ കൂടുതലും അറിയും? ഞാൻ സംസാരിക്കണേ എന്നോട് തന്നെയല്ലേ.
എന്നോട് തന്നെയല്ലേ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റു, ധന്യമീജനം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തു. എത്ര കാര്യം ഞാൻ എന്നോട് സംസാരിച്ചേ. എല്ലാവരും അങ്ങനെ അവനോട് സംസാരിക്കേണ്ടത്. രാവിലെ എണീറ്റു, ഇന്നത് കണ്ടു, ഇന്ന ആളിപ്പോ ഇന്ന് ചെയ്യായിരിക്കും, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട സ്ത്രീ ഇപ്പൊ ഇന്നോടത്തേക്ക് പോയിരിക്കുകയായിരിക്കും, ഇപ്പൊ ഫ്ലൈറ്റിലാവും, ഇന്ന ആള് ഇപ്പൊ ഇന്ന് ചെയ്യാവും. ഓരോന്നിനെ കുറിച്ചും ഓരോന്ന് കാണുമ്പോഴും നമ്മളോട് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവനവനെ ഇഷ്ടമില്ലെങ്കിലോ, ബസ് കാത്തുനിന്ന് ബസ് വരുന്നില്ല. പലയിടത്തേക്കുള്ള ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബസ് കാത്തു നിൽക്കുമ്പോ സകല ബസ്സും വരുമ്പോ അവിടേക്കുള്ള ബസ് ഉണ്ടാവില്ല. ഞാൻ കോഴിക്കോട് നിന്ന് തിരൂർക്കാണ് പോണെന്ന് വിചാരിക്കുക. ആ സമയത്ത് കാണാം മധുരക്കുള്ള ബസ്, കോഴിക്കോട് മധുര, കേമായ സ്ഥലത്തേക്കാ പോണത്. പക്ഷെ നമുക്കിപ്പോ ആ ബസ് ആവശ്യം ഇല്ല. മധുര ബസ് കിട്ടിയവർക്ക് വലിയ കാര്യം. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ബസ്, പിന്നത്തെ ബസ് പ്രതീക്ഷയോട് നോക്കുമ്പോ തിരുവനന്തപുരത്തേക്ക് വേറെ ബസ്, പിന്നെ എറണാകുളത്തേക്ക്, ചേർത്തലയ്ക്ക്, തിരൂര് ബസ് മാത്രം ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണ്. അങ്ങനെ കാത്തു നിൽക്കുമ്പോ ബോറടി തോന്നുന്നു എന്ന് പറയാൻ കാരണം, പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അകത്തേക്ക് തിരിഞ്ഞു. പി ആർ നാഥനോട് വർത്താനം പറഞ്ഞു. വേറെ നിവൃത്തിയുണ്ടോ? പി ആർ നാഥന് ഒരിക്കലും കണ്ടുകൂടാത്ത ആള് പി ആർ നാഥൻ. ഇതാണ് രമണ മഹർഷി പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്ന് ഞാൻ പറഞ്ഞത് രമണ മഹർഷി പറഞ്ഞ തത്വമാണ്. നിങ്ങൾ ആരാണ് അന്വേഷിക്കുക? സ്വന്തം മനസ്സിനോട് സംസാരിക്കുമ്പോ മറ്റേ പി ആർ നാഥന്റെ മറുപടി ഉണ്ടല്ലോ, പി ആർ നാഥൻ ഇഷ്ടമല്ല. അവനവൻ ആരാണ് എന്ന് അന്വേഷിക്കാത്ത ഒരറിവും അറിവ് അല്ല. നീ ആരാണ്? അത് ഞാൻ ഇന്നാള് അല്ലല്ലോ. നീ കയ്യാണോ? അതെ, കയ്യ് എന്റെയാണ്. എങ്കിൽ പിന്നെ കയ്യിന് അസുഖം വരുമ്പോ കയ്യ് മുറിക്കണം എന്തിനാ? കാലാണോ? എങ്കിൽ പിന്നെ കാല് മുറിച്ച എന്തിനാ അസുഖം വന്നപ്പോ? ഇതൊന്നുമല്ല. ആ അവനവനെ ആരാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയും സന്തോഷിക്കുന്നില്ല. ഞാൻ പാത അല്ല, ഈ മുതലിന്റെ ഉടമസ്ഥൻ. മുതൽ എന്നും ഉണ്ടാവുമോ? എന്നും മുതലുണ്ടാവുമോ? രമണാശ്രമത്തെ പറ്റിയിട്ട് വലിയ റെസ്പെക്റ്റില് എന്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, പ്രഭാകരമേനോൻ. പറയുന്നത് കേട്ടപ്പോ ബാല്യത്തിൽ കേൾക്കുന്നത് സ്വാധീനിക്കും. പക്ഷെ രമണ മഹർഷിയുടെ കാലശേഷം ആണ് അവിടെ എത്തി. ഇന്നത്തെ ഈ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഓലപ്പലയായിരുന്നു. സന്തർഹകാരിയായുള്ള കുഞ്ചുസ്വാമിയായിട്ട് കുറെ നേരം വർത്തമാനം പറഞ്ഞു. പക്ഷെ ഇപ്പൊ വിഷമം, വർത്തമാനം പറഞ്ഞു മതിയായില്ല. ഇപ്പൊ രമണാശ്രമത്തിന് വളരെ മാറ്റം വന്നു. തിരുവണ്ണാമല പോയിരുന്നെങ്കിൽ അവിടെയാണ് താമസിക്കുക. അവിടെ താമസിക്കുമ്പോൾ ഇപ്പോഴും രമണാശ്രമത്തിലൂടെ താമസിക്കുമ്പോ ചിന്ത വരിക, മഹർഷി പറഞ്ഞതിന്റെ മുഴുവൻ സംഗ്രഹം നീ ആര്? അത് ചിന്തിക്കും. നീ ആരാണ് എന്ന് മനസ്സിലാക്കാതെ ഏത് ജ്ഞാനവും ജ്ഞാനമല്ല. അതാരുടെയാണ്?
എന്റെ നീയാര്? ഞാൻ ഗോപാലകൃഷ്ണൻ. അത് നിങ്ങൾക്ക് ഇട്ടൊരു പേരല്ലേ ഗോപാലകൃഷ്ണൻ എന്ന്. അവനവനെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു എഡ്യൂക്കേഷൻ വേണമെന്ന് രമണ മഹർഷി പറഞ്ഞുള്ളൂ. സോഷ്യോളജി പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, സയൻസ് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇതൊന്നും പഠിക്കണ്ട എന്ന് രമണ മഹർഷി പറഞ്ഞില്ല. ഞാനാര്? ഇത് എത്ര കാലമായി ഞാൻ ഉണ്ടായിട്ട്? ഞാൻ കാലാതീതനാണോ? അനന്തമാണോ? ഈ ധാരണ കൂടി വെച്ച് ജീവിതത്തിനെ കാണണം. ഇതാണ് പറഞ്ഞത്. അന്യരുമായിട്ട് സംസാരിക്കുമ്പോഴും എന്നിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ഈ അന്യരുമായിട്ട് സംസാരിക്കുന്നത്. എനിക്കെന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, അപ്പൊ ബോറടിച്ചു. ഇതിന് പകരം അവനവനെ അറിയുക എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ട്. നീ ആര്? ഇതൊന്നും അല്ല. കുറേ ഗ്രന്ഥങ്ങളൊന്നും മഹർഷി എഴുതിയില്ലെങ്കിൽ ശരി, ആകെ ഈ അവനവനെ അറിയുക ഇങ്ങനെ കുറച്ച് പുസ്തകമുണ്ട്. അത് എത്രയോ തവണ വായിക്കും. രമണാശ്രമത്തിൽ പോയായിരുന്നു വായിക്കും, ഒഴിവ് കിട്ടുമ്പോഴും വായിക്കും. ഇടയ്ക്ക് ഇതിങ്ങനെ ചിന്തിക്കും. ആ ചിന്തയാണ് ധന്യമേ ജീവിതത്തിൽ പറയുന്നത്. നമസ്കാരം.